നമസ്കാരം, ഗ്രേപ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായിട്ട് മെഡിസിൻ വൊക്കാബുലറി ഗ്രേപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മരുന്നുകളുടെ പേരുകൾ തെറ്റായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുകയും പർച്ചേസിൽ വരുന്ന ആ തെറ്റ് പിന്നീട് മെഡിസിൻ ബില്ലിങ്ങിൽ എത്തുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ എല്ലാ സോഫ്റ്റ്വെയറിലും അത് ഫേസ് ചെയ്തിട്ടിരുന്നതാണ്. അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു നല്ല സംവിധാനമാണ് മെഡിസിൻ വൊക്കാബുലറി. അത് പിന്നീട് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമിക്ക സോഫ്റ്റ്വെയർ കമ്പനികളും ആ ഒരു പാറ്റേണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി തന്നെ ഗ്രേപ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു നല്ല സംവിധാനമാണ് നമ്മുടെ ക്ലിനിക്കൽ ഇൻഫർമേഷൻ വൊക്കാബുലറി. ഗ്രേപ്സ് IDMR പറഞ്ഞ പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ www.grapesidmr.com കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ ഒരു സെർച്ച് എഞ്ചിനാണ്. ആ സെർച്ച് എഞ്ചിനിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടോ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഏതൊരു സെർച്ചും അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സെർച്ച് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ സ്പെല്ലിങ്, അതെന്താണ് സബ്ജക്റ്റ്, അതിനകത്ത് ഏതൊക്കെ പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാർഡിയോളജി എന്ന് കൊടുത്താൽ കാർഡിയോളജി എങ്ങനെ സ്പെല്ല് ചെയ്യണം, കാർഡിയോളജിയിൽ ഏതെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട്, ആ പ്രൊസീജിയേഴ്സിനകത്ത് എന്താണ് ചെയ്യുന്നത്, അത് അനസ്തേഷ്യ വേണ്ടുന്നതാണോ അല്ലാത്തതാണോ പ്രൊസീജിയർ, അങ്ങനെ കൃത്യമായും ആ ക്ലിനിക്കൽ ഇൻഫർമേഷൻ ഓരോ ടൈമും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലിനിക്കലി. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പ്രൊസീജിയറുകളുടെയും സ്പെഷ്യാലിറ്റികളുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ വിശദീകരണങ്ങൾ നമ്മുടെ ഈ ഗ്രേപ്സിൻ്റെ ക്ലിനിക്കൽ വൊക്കാബുലറി മാസ്റ്ററിനകത്ത് ഉണ്ട്. അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കൂടുതൽ ആക്യുറസി കൊടുക്കുന്നതിന് ഒരു ക്ലിനിക്കൽ സോഫ്റ്റ്വെയർ, ക്ലിനിക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നതിനപ്പുറം, ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നതിനപ്പുറം മെഡിക്കൽ കോളേജ് സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏതൊരു തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൺവേർട്ടായി വർക്ക് ചെയ്യുമ്പോഴും ഒരു മെഡിക്കൽ കോളേജ് സോഫ്റ്റ്വെയറിൽ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടത്തക്ക വിധത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് കണക്റ്റഡ് ആകത്തക്ക വിധത്തിൽ മെഡിക്കൽ വൊക്കാബുലറി എനേബിൾഡ് ആണ്. ഗ്രേപ്സ് IDMRൻ്റെ ഒപ്പം തന്നെ grapesidmr.com ഈ വൊക്കാബുലറി ഉണ്ട്. അവിടെ പലപ്പോഴും നമുക്കതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള മെനുവിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഇൻഫർമേഷൻസ് വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആ സെർച്ച് എഞ്ചിൻ ഇത്തരത്തിൽ നമ്മുടെ വൊക്കാബുലറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്.